ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തകർന്നു പോകാതെ സ്വപ്നങ്ങളെ മുറുകെ പിടിച്ച ഒരു വീട്ടമ്മയുടെ വിജയഗാഥയാണ് ഫെസ്റ്റൂൺ ന്യൂസിന് ഇന്ന് പറയുവാനുള്ളത്. വർഷങ്ങൾക്ക് മുന്നിൽ ഉപേക്ഷിച്ച തന്റെ നിയമപഠനം പൂർത്തിയാക്കി കേരള ഹൈക്കോടതിയിൽ വെച്ച് അഭിഭാഷകയായി MA സിന്ധു എൻറോൾ ചെയ്തപ്പോൾ അത് വെറുമൊരു ബിരുദമല്ല, മറിച്ച് തോറ്റുകൊടുക്കാത്ത ഒരു മനസ്സിന്റെ വിജയ പ്രഖ്യാപനം കൂടിയാണിത്. മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ കോഫി ഷോപ്പ് നടത്തുന്ന മടുക്ക പാറയിൽ ജയന്റെ ഭാര്യ MA സിന്ധുവാണ് ഇന്ന് നാടിന് അഭിമാനമായി മാറിയിരിക്കുന്നത്. ചെറുപ്പത്തിലെ പഠനത്തിലും കലാപ്രവർത്തനത്തിലും മുൻപന്തിയിലായിരുന്ന സിന്ധു എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും BA ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. തുടർന്ന് MAക്ക് ചേർന്നെങ്കിലും 2 വർഷം തികയും മുമ്പ് അഭിഭാഷക ആകണമെന്ന ആഗ്രഹം മനസ്സിലുദിച്ചു. LLB പഠനം ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല. അഭിഭാഷകയാകുക എന്നതായിരുന്നു സിന്ധുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ വിവാഹവും പിന്നീടുണ്ടായ ജീവിത സാഹചര്യങ്ങളും വക്കീലാകുക എന്ന സിന്ധുവിൻ്റെ ആഗ്രഹത്തിന് തടസ്സമായി. എന്നാൽ തൻ്റെ ആഗ്രഹത്തെ ഉപേക്ഷിക്കുവാൻ ഇവർ തയ്യാറായിരുന്നില്ല. ഉപജീവനത്തിനായി മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ നടത്തുന്ന കോഫി ഷോപ്പിൽ രാവിലെ 5 മണിയോടെ ജയനും ഭാര്യ സിന്ധുവും എത്തും. ഇരുവരും ചേർന്നാണ് കോഫി ഷോപ്പിൽ ചെറുകടികൾ ഉണ്ടാക്കുന്നതും കടയിൽ എത്തുന്നവർക്ക് വിതരണം ചെയ്യുന്നതുമെല്ലാം. സഹായത്തിനായി മറ്റ് 2 ജീവനക്കാരുമുണ്ട്. കടയിൽ ചായയും പലഹാരങ്ങളുമായി ചിരിച്ച മുഖത്തോടെ ഓടിയെത്തുന്ന സിന്ധുവിനെ കാണുന്നവർക്ക് ആ ചിരിക്ക് പിന്നിലെ വലിയൊരു ആഗ്രഹം ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. ചായക്കടയിലെ പഠനം സിന്ധുവിൻ്റെ ഈ പോരാട്ടത്തിന് കരുത്തായത് ഭർത്താവും മക്കളും അടങ്ങുന്ന കുടുംബമാണ്. ഓരോ പുരുഷന്റെയും വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നത് പോലെ സിന്ധുവിൻ്റെ ഈ വലിയ വിജയത്തിന് പിന്നിലും തണലായി നിന്നത് ഇവരുടെ പ്രിയതമൻ ജയൻ തന്നെയായിരുന്നു. ചായക്കടയിലെ തിരക്കിനിടയിലും താൻ കണ്ട സ്വപ്നത്തിലേക്ക് സിന്ധു പതുക്കെ നടന്ന് അടുക്കുകയായിരുന്നു. ജോലിക്ക് ശേഷമുള്ള ഒഴിവ് സമയങ്ങളിൽ പുസ്തകങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഇനി നീതിയുടെ കാവലാൾ ആ കഠിനാധ്വാനത്തിന് ഇന്ന് ഫലമുണ്ടാകുകയായിരുന്നു. ഞാൻ 96 മഹാരാജാസ് കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. ആ വർഷം കൊണ്ട് പ്രീ ഡിഗ്രി തീരുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ PG ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തന്നെ ഞാൻ 2000 പാസ്സായി. അത് കഴിഞ്ഞിട്ട് 2002-03 ആയപ്പോൾ 2002 ഒരു വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ MAക്ക് ചേർന്നു. MA സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോഴത്തേക്കും എനിക്ക് LLBക്ക് അഡ്മിഷൻ കിട്ടി. ചുമ്മാ ഞാൻ കൊടുത്തു നോക്കിയതാണ്, ഇഷ്ടം കൊണ്ട് കൊടുത്തു നോക്കിയത്. എന്നാൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ പറ്റില്ല എന്ന് വിചാരിച്ചു. കാരണം എന്നെ പഠിപ്പിച്ച് വളർത്തിയത് നമുക്ക് ഒരു രക്തബന്ധവും ഇല്ലാത്ത ഒരച്ഛനും അമ്മയാണ് എന്നെ വളർത്തിയത്. എന്നെ മാത്രമല്ല എൻ്റെ സഹോദരങ്ങളെയും. അപ്പോൾ അവർക്ക് വീണ്ടും കഷ്ടപ്പാടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ LLBക്ക് കൊടുത്തപ്പോൾ കിട്ടിയപ്പോൾ അവർ ഫുൾ സപ്പോർട്ടായിരുന്നു, ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയചേട്ടൻ്റെ കല്യാണം വരുന്നത് 2003. അന്നേരം നമുക്ക് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരാണ് സാമ്പത്തികമൊന്നും ചോദിക്കാറാണ് കല്യാണം ആലോചിച്ചതും ഒക്കെ. നമുക്കറിയത്തുമില്ല, നമുക്കിവിടെ ഒരു പേരില്ലാതെ പോയിരിക്കുന്ന സമയവും കൂടിയായിരുന്നു മുണ്ടക്കയത്ത്. അന്നേരത്തിന് കല്യാണം ആലോചിച്ചു. ആ കല്യാണം അന്നേരം എല്ലാവരും കൂടി നടത്തി തന്നിട്ട് 1 വർഷത്തോളം ഞാൻ പോയി. പിന്നെ വീട്ടിൽ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞ് വീട്ടിൽ ഓരോ സാഹചര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പോകാൻ പറ്റില്ല. അന്നേരം ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ ക്ലാസ്സുകൾ പിന്നെ കുറേ വെക്കേറ്റായി. അറ്റൻഡൻസ് ഒക്കെ നേരത്തെയൊക്കെ ഉള്ളതുകൊണ്ട് ടീച്ചേഴ്സിൻ്റെയൊക്കെ കടാക്ഷം കൊണ്ട് വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ആദ്യത്തെ മോളെ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അന്നേരം ഞങ്ങൾ പിന്നെ കൊച്ചുങ്ങളെ വളർത്തുന്ന ആ ഒരു പ്രശ്നം, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങ് വെച്ചിട്ട് ഇപ്പം പിള്ളേർ 2 പേരും വലുതായി. മൂത്ത മോളെ 7ാം ക്ലാസ്സിലോട്ടാണ് ഇത് വരുന്നത്. അന്നേരം ഞങ്ങൾ ഓർത്ത് എന്നാൽ എൻറോൾ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ജയചേട്ടൻ പറഞ്ഞാൽ എന്നാൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. കേരള ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് അഭിഭാഷകയായി സിന്ധു തൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചു. പൊൻകുന്നം കോടതിയിൽ ഇനി അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം. ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നില്ലെന്ന് വരാം, പക്ഷേ തോറ്റുകൊടുക്കാതെ പരിശ്രമിച്ചാൽ ജീവിതം നമ്മെ വിജയത്തിലെത്തിക്കും. തൻ്റെ ജീവിതത്തിലൂടെ ഇത് തെളിയിച്ചിരിക്കുകയാണെന്നും സിന്ധു പറയുന്നു. തൻ്റെ പരിശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയുമായി ഭർത്താവ് ജയനും മക്കളായ അനുപ്രിയ, അനുശ്രീ എന്നിവരും ഒപ്പമുണ്ടെന്നും സിന്ധു പറയുന്നു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.